Good morning, dears. How are you? How are you? Okay, is everyone fine? Had you breakfast? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്തൊക്കെയാണ് എല്ലാവരും കഴിച്ചത്? ഓക്കെ, നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ആക്ടിവിറ്റീസ് ആണല്ലേ ചെയ്തുകൊണ്ട് നിന്നത് അല്ലേ? 2 days ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ട് നിന്നത്. അപ്പോൾ ഇനി എന്താ ഉള്ളത്? ഇനി ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൂടെ ഉണ്ട്. അപ്പം മിസ് വിചാരിച്ചു ഓക്കെ, എല്ലാ ദിവസവും ആക്ടിവിറ്റി വേണ്ട, എന്ത് ചെയ്യാം, നമ്മളൊരു നല്ലൊരു സ്റ്റോറി പഠിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ അല്ലേ? നല്ലൊരു സ്റ്റോറി പഠിക്കുമായിരുന്നു. വാട്ട് വാസ് സ്റ്റോറീസ് നെയിം? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റോറിയുടെ നെയിം എന്തായിരുന്നു? 3 ലിറ്റിൽ പിഗ്സ്. 3 ചെറിയ പന്നിക്കുട്ടികളുടെ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു അല്ലേ? അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ? എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ദെയർ വെർ 3 ലിറ്റിൽ പിഗ്സ് അല്ലേ? 3 ലിറ്റിൽ പിഗ്സ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ പേരൊക്കെ ഓർമ്മയുണ്ടോ? വാട്ട് വെർ ദെയർ നെയിംസ് എന്തായിരുന്നു? നെയിംസ് എന്തൊക്കെയായിരുന്നു? സോനു, മോനു ആൻഡ് ഗോനു അല്ലേ? അങ്ങനെ 3 പേരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ? സോനു ലിവ്ഡ് ഇൻ എ ഹൗസ് ഓഫ് സ്ട്രോ, മോനു ലിവ്ഡ് ഇൻ എ ഹൗസ് ഓഫ് സ്റ്റിക്സ് ആൻഡ് ഗോനു ലിവ്ഡ് ഇൻ എ ഹൗസ് ഓഫ് ബ്രിക്സ്. സോനു സ്ട്രോ കൊണ്ട് ഉണ്ടാക്കിയ വീട്ടിൽ. സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞു, കാണിച്ചു തന്നിരുന്നു അല്ലേ? വൈക്കോൽ വെച്ച് ഉണ്ടാക്കിയ വീട്ടിൽ. മോനു ഏത് വീട്ടിലാണ് താമസിച്ചിരുന്നത്? ഹൗസ് ഓഫ് സ്റ്റിക്സ്, വടികൾ കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആൻഡ് ഗോനു ലിവ്ഡ് ഇൻ എ ഹൗസ് ഓഫ് ബ്രിക്സ്. ഗോനു എവിടെയാണ് താമസിച്ചിരുന്നത്? ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ, ഇഷ്ടിക ഉണ്ടാക്കിയ വീട്ടിലാണ് ഗോനു താമസിച്ചിരുന്നത്. ആൻഡ് വൺ ഡേ വാട്ട് ഹാപ്പൻഡ്? എ ബിഗ് വൂൾഫ് കെയിം. എ ബിഗ് ബാഡ് വൂൾഫ് അല്ലേ? ഒരു വലിയ ദുഷ്ടനായ ചെന്നായ എന്ത് ചെയ്തു? അവിടെ വന്നു. എവിടെയാ വന്നത്? ടു സോനൂസ് ഹൗസ്. സോനുവിൻ്റെ ഹൗസിൽ വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഐ വിൽ ഹഫ് ആൻഡ് പഫ് ആൻഡ് ഐ വിൽ ബ്ലോ യുവർ ഹൗസ് ഡൗൺ. ഞാൻ എന്ത് ചെയ്യും? ഊതി നിന്റെ വീട് പറത്തിക്കളയും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. വീട് എന്ത് ചെയ്തു? പറത്തിക്കളഞ്ഞു. അവിടെ വരെയാണല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി ബാക്കി നോക്കിയാലോ? ആർ യു റെഡി? ഓക്കെ. സോനു റാൻ ടു മോനൂസ് ഹൗസ്. സോനു എന്ത് ചെയ്തു? റാൻ എന്ന് വെച്ചാൽ എന്താ? ഓടി. റണ്ണെന്ന് വെച്ചാൽ എന്താ? റണ്ണെന്ന് വെച്ചാൽ എന്താണ്? ഓടുക ആണല്ലേ? ഓടുക. അപ്പോൾ റാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് എന്ത് വരും? റാൻ എന്ന് വെച്ചാൽ ഓടി, റണ്ണെന്ന് വെച്ചാൽ ഓടുക, റാൻ എന്ന് വെച്ചാൽ ഓടി. അപ്പോൾ എന്ത് ചെയ്തു? സോനു റാൻ ടു മോനൂസ് ഹൗസ്. സോനു എവിടെ ഓടിച്ചെന്നു? മോനുവിൻ്റെ ഹൗസിൽ ഓടിച്ചെന്നു. ദ വൂൾഫ് കെയിം ടു മോനൂസ് ഹൗസ്. അപ്പം എന്ത് ചെയ്തു? ഈ ദുഷ്ടനായ വൂൾഫ് എവിടെയും വന്നു? മോനുവിൻ്റെ വീട്ടിലും വന്നു. കെയിം, വന്നു. ഹി സെഡ് ഐ വിൽ ഹഫ് ആൻഡ് പഫ് ആൻഡ് ഐ വിൽ ബ്ലോ യുവർ ഹൗസ് ഡൗൺ. എന്നിട്ട് സെയിം പിന്നെയും എന്തോ പറയുന്നത്? ഐ വിൽ ഹഫ് ആൻഡ് പഫ്. ഞാൻ എന്ത് ചെയ്യും? ഊതി, ഭയങ്കര ശക്തമായിട്ട് ഊതിയിട്ട് എന്ത് ചെയ്യാൻ പോവാ? നിന്റെ വീട് ഞാൻ ഇപ്പം പറത്തിക്കളയും. ബ്ലോ യുവർ ഹൗസ് ഡൗൺ. നിന്റെ വീട് ഇപ്പം ഞാൻ കാറ്റിൽ പറത്തിക്കളയും. സോ ഹി ഹഫ്ഡ് ആൻഡ് പഫ്ഡ് ആൻഡ് ഹി ബ്ലൂഡ് മോനൂസ് ഹൗസ് ഡൗൺ. അപ്പം എന്തു പറ്റി? പറഞ്ഞ പോലെ തന്നെ പിന്നെയും ചെയ്തു. ആദ്യം സോനുവിൻ്റെ വീട് നശിപ്പിച്ചല്ലേ? സോനുവിൻ്റെ വീട് എന്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്? സോനുവിൻ്റെ വീട് എങ്ങനത്തെ വീടായിരുന്നു? ഹൗസ് ഓഫ് സ്ട്രോ ആയിരുന്നല്ലേ? അപ്പോൾ ആ വീട് എന്ത് ചെയ്തു? ഊതി പറപ്പിച്ച് നശിപ്പിച്ചു. അപ്പോഴത്തേക്കും സോനു ഓടി മോനുവിൻ്റെ വീട്ടിൽ വന്നു. അപ്പോഴും ആര് വന്നു? ഈ ബിഗ് വൂൾഫ് വന്നു. വന്നിട്ട് എന്ത് പറഞ്ഞു? ഐ വിൽ ഹഫ് ആൻഡ് പഫ് ആൻഡ് ഐ വിൽ ബ്ലോ യുവർ ഹൗസ് ഡൗൺ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാക്കിയ വീടല്ലായിരുന്നോ മോനുവിൻ്റെ? ഹൗസ് ഓഫ് സ്റ്റിക്സ് ആയിരുന്നല്ലേ? വടി വെച്ചുണ്ടാക്കിയ വീടായിരുന്നു. ആ വീട് എന്ത് ചെയ്തു? ഹി ബ്ലൂ ഡൗൺ. എന്ത് ചെയ്തു? അതും പറത്തിക്കളഞ്ഞു. സോനു ആൻഡ് മോനു റാൻ ടു ഗോനൂസ് ഹൗസ്. ഇനി ആകെ അവർക്ക് ആരുടെ വീടേ ഉള്ളൂ? ഒരാളുടെ വീടേ ഉള്ളൂ. ആരുടെ വീടായത്? ഗോനുവിൻ്റെ ഹൗസ് ആണല്ലേ? ഗോനുവിൻ്റെ ഹൗസിലോട്ട് രണ്ടുപേരും കൂടെ റാൻ, അവർ ഓടി. ദ വൂൾഫ് കെയിം ടു ഗോനൂസ് ഹൗസ്. അപ്പോൾ ദേ വൂൾഫ് എവിടെയും വന്നു? ഗോനുവിൻ്റെ വീട്ടിലും വന്നു. ഹി സെഡ് ഐ വിൽ ഹഫ് ആൻഡ് പഫ് ആൻഡ് ഐ വിൽ ബ്ലോ യുവർ ഹൗസ് ഡൗൺ. എന്നിട്ട് ഈ സെയിം കാര്യം തന്നെ പറയുവാണ്. എന്താ? ഐ വിൽ ഹഫ് ആൻഡ് പഫ് ആൻഡ് ഐ വിൽ ബ്ലോ യുവർ ഹൗസ് ഡൗൺ. So he huffed and he puffed, but he could not blow the brick house down. It was very strong. എന്ത് പറ്റി?
എന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്ത് പറഞ്ഞു, ഞാൻ നിന്റെ വീടൊക്കെ നശിപ്പിക്കാൻ പോവാണ്, ഇപ്പോൾ ഊതി പറത്തി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് എന്ത് ചെയ്തു, ഹി ഹഫ്ഡ് ആൻഡ് പഫ്ഡ്, ഭയങ്കരമായിട്ട് ഊതി നോക്കി. ബട്ട് നത്തിങ് ഹാപ്പൻ ടു ദ ഹൗസ്. എന്തു പറ്റിയില്ല, വീടിനൊന്നും പറ്റിയില്ല. വൈ? എന്തുകൊണ്ടാണ് വീടിനൊന്നും പറ്റാഞ്ഞത്? ഗോനൂസ് ഹൗസ് വാസ് മെയ്ഡ് ഓഫ് ബ്രിക്സ് അല്ലേ. ഗോനുവിൻ്റെ വീട് എന്ത് വെച്ചിട്ടുണ്ടാക്കിയിരുന്നത്? ഇഷ്ടിക വെച്ചിട്ട്. നമ്മുടെയൊക്കെ വീട് എന്താ, ഇഷ്ടികയും കല്ലൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ വീട് എന്ത് ചെയ്യുക, വെറുതെ വന്നൊരു ആൾക്കാർ വന്ന് ഊതി, അല്ലെങ്കിൽ ഒരു വൂൾഫ്, ഒരു ചെന്നായ വന്ന് ഊതി കഴിഞ്ഞാൽ നമ്മുടെ വീടങ്ങ് പറന്നു പോകുമോ? ഇല്ല, അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ വീട് എന്ത് ചെയ്യത്തില്ല, തകർന്നു പോകത്തില്ല. അപ്പം അത് തന്നെ ഇവിടെയും സംഭവിച്ചു. ചെന്നായി വൂൾഫ് ഒത്തിരി കഷ്ടപ്പെട്ട് ഭയങ്കര കാര്യമായിട്ടൊക്കെ ഹഫ്ഡ് ആൻഡ് പഫ്ഡ് അങ്ങനെ ഒത്തിരി ഊതി നോക്കി. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. ബട്ട് ഹി കുഡ് നോട്ട് ബ്ലോ ദ ബ്രിക്ക് ഹൗസ് ഡൗൺ. പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ ബ്രിക്ക് ഹൗസ് ഈ ബ്രിക്ക് ഹൗസ് ബ്ലോ ഡൗൺ ചെയ്യാൻ പറ്റിയില്ല, ഊതി പറത്താൻ പറ്റിയില്ല. ഇറ്റ് വാസ് വെരി സ്ട്രോങ്. അവിടെ എന്തായിരുന്നു, ബ്രിക്ക് ഹൗസ് എന്തായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഭയങ്കര ബലമുള്ളതായിരുന്നു. ദ വൂൾഫ് വെന്റ് അവേ ആൻഡ് സോനു, മോനു ആൻഡ് ഗോനു ലിവ്ഡ് ഹാപ്പിലി ടുഗെദർ ഇൻ ദ റെഡ് ബ്രിക്ക് ഹൗസ്. എന്നിട്ട് എന്ത് ചെയ്തു, ദ വൂൾഫ് വെന്റ് അവേ. വൂൾഫ് എന്ത് ചെയ്തു, ചമ്മി നാണം കെട്ട് എന്ത് ചെയ്തു, വെന്റ് അവേ, ദൂരേക്ക് പോയി. വെന്റ് എന്ന് വെച്ചാൽ എന്താ, പോയി, ദൂരേക്ക് പോയി. ആൻഡ് സോനു, മോനു ആൻഡ് ഗോനു. പിന്നെ ആരൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ്, സോനു, മോനു ആൻഡ് ഗോനു. ഇവർ 3 പേര് ലിവ്ഡ് ഹാപ്പിലി ടുഗെദർ. അവരെന്ത് ചെയ്തു, സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു. ടുഗെദർ എന്ന് വെച്ചാൽ എന്താ, ടുഗെദർ ഒരുമിച്ച് ജീവിച്ചു. എങ്ങനെയാ, ഹാപ്പിലി, നല്ല സന്തോഷത്തോടെ ജീവിച്ചു. എവിടെയാ ജീവിച്ചത്? ഇൻ ദ റെഡ് ബ്രിക്ക് ഹൗസ്. റെഡ് കളറിലുള്ള ഇഷ്ടിക വീട്ടിൽ, ഹൗസ് ഓഫ് ബ്രിക്കിലാണല്ലേ, ഹൗസ് ഓഫ് ബ്രിക്സിൽ എന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിച്ചു. എങ്ങനെയുണ്ട്? How is the story? Do you like the story? Do you like it? Okay. This is our chapter. Simple അല്ലേ, നൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആൻഡ് വി ഹാവ് ലേൺ ദ ന്യൂ വേർഡ്സ്. ന്യൂ വേർഡ്സ് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂ വേർഡ്സിൻ്റെ ടെസ്റ്റ് ഉണ്ട്. എപ്പോഴുണ്ട്? ഇന്നുണ്ടാവും കേട്ടോ ടെസ്റ്റ്. ന്യൂ വേർഡ്സ് 9 ന്യൂ വേർഡ്സ് ഉണ്ട്. അതിൻ്റെ ടെസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാവരും 10 times എഴുതി പഠിച്ചതല്ലേ. അപ്പോൾ ടെസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യണം. ഒരാൾ പോലും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത്. എന്നിട്ട് നമുക്ക് പഠിക്കണ്ടേ, പഠിച്ചു വെച്ചിരിക്കുവാണ് അല്ലേ എല്ലാവരും. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ ടുഡേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.